യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ജൂലൈ 16 ശിക്ഷ നടപ്പിലാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവ്. ശക്തമായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് യമൻ. വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുന്നതാണ് യമനിലെ രീതി. വർഷങ്ങളായി നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമം നടക്കുകയാണ്. അതിനിടയിലാണ് ശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവിറങ്ങിയത്. യാഥാസ്ഥിതിക വിശ്വാസങ്ങളുള്ള ഒരു മുസ്ലിം ഗോത്ര സമൂഹമാണ് യമനിലുള്ളത്. ഇന്ത്യക്ക് യമനുമായി നയതന്ത്ര ബന്ധമില്ല. യമനുമായി നല്ല ബന്ധമുള്ള ഇറാന്റെ സഹായത്തോടെ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇന്ത്യ ശ്രമിച്ചിരുന്നു. സന്നദ്ധ സംഘടനകൾ വഴി പ്രാദേശിക ഗോത്രവർഗത്തിന്റെ സഹായത്തോടെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. സന്നദ്ധ സംഘടനകളും നിമിഷപ്രിയയുടെ അമ്മയും യമനിലെത്തി ആവുന്നതെല്ലാം ചെയ്തു. സനായിലുള്ള കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുക മാത്രമാണ് മോചനത്തിനായുള്ള ഏക പോംവഴി. എന്നാൽ അതിനും ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ആദ്യഘട്ടത്തിൽ തലാലിന്റെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദിയാദനം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നാണ് വിവരം. $1 മില്യൺ നൽകാമെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വാഗ്ദാനം ചെയ്തത്. മറ്റൊരു രാജ്യത്തു പോയി അവിടുത്തെ പൗരനെ ബിസിനസ് ലാഭത്തിനായി കൊലപ്പെടുത്തിയ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് അർഹയല്ലേ എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ആരാണ് നിമിഷപ്രിയ? എന്താണ് നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്ന് നോക്കാം. പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ 2008 നഴ്സായി ജോലിക്കായി യമനിലെത്തിയത്. 2011 തിരികെ നാട്ടിലെത്തിയ നിമിഷപ്രിയ വിവാഹിതയായി. ഭർത്താവിനൊപ്പം നിമിഷപ്രിയ 2012 വീണ്ടും യമനിലേക്ക് തിരികെ പോയി. യമനിൽ വെച്ച് ഇരുവർക്കും ഒരു കുഞ്ഞുണ്ടായി. ഇതിനിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ നിമിഷപ്രിയയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള നൂലാമാലകൾ ഏറെയായിരുന്നു. യമനിലെ നിയമപ്രകാരം അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ യമൻ പൗരന്റെ പങ്കാളിത്തം വേണം. അങ്ങനെയാണ് നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ വരാറുള്ള തലാൽ അബ്ദു മഹദിയുടെ സഹായം നിമിഷപ്രിയയും ഭർത്താവും തേടുന്നത്. യമനിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായിരുന്നു ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ. സകല സമ്പാദ്യവും കടം വാങ്ങിയ പണവും ഉപയോഗിച്ച് ക്ലിനിക്ക് തുടങ്ങാൻ നിമിഷപ്രിയയും കുടുംബവും തീരുമാനിച്ചു. കൂടുതൽ പണം ആവശ്യമായി വന്നപ്പോൾ അത് കണ്ടെത്താനും കുഞ്ഞിന്റെ മാമോദീസയ്ക്കുമായി 2015 നിമിഷപ്രിയയും ഭർത്താവും കുഞ്ഞും നാട്ടിലേക്ക് വന്നു. ആ യാത്രയിൽ കൂടെ തലാലും ഉണ്ടായിരുന്നു. ഇതിനോടകം തന്നെ തലാൽ ആ കുടുംബത്തിന് വിശ്വസ്തനായി കഴിഞ്ഞിരുന്നു. യമനിൽ ആഭ്യന്തര കലാപം നടക്കുന്നതിനാൽ ഭർത്താവും മകളും നാട്ടിൽ തന്നെ നിന്നു. തലാലും നിമിഷപ്രിയയും തിരികെ യമനിലേക്ക് പോയി. യമനിൽ തിരികെ എത്തിയ നിമിഷപ്രിയ 14 കിടക്കകളുള്ള ഒരു ക്ലിനിക്ക് തുടങ്ങി. ശേഷം തലാൽ താനും നിമിഷപ്രിയയും വിവാഹിതരാണെന്ന രേഖ ഉണ്ടാക്കി. എന്നാൽ ഇത് ക്ലിനിക്കിന്റെ ലൈസൻസിന്റെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ താൽക്കാലിക രേഖയാണെന്നാണ് നിമിഷപ്രിയ പറയുന്നത്. നിമിഷപ്രിയയുടെ യാത്രാരേഖകളും തലാൽ കൈക്കലാക്കി. ഇതോടെ തലാൽ മറ്റൊരാളായി മാറി. പിന്നീട് തലാൽ നിരന്തരം നിമിഷപ്രിയയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ക്ലിനിക്കിൽ നിന്നുള്ള ലാഭവിഹിതം തലാൽ നിമിഷപ്രിയയ്ക്ക് നൽകിയില്ല. നിമിഷയെ നാട്ടിലെ ബന്ധുക്കളോട് സംസാരിക്കാനും തലാൽ അനുവദിച്ചില്ല. എല്ലാത്തിലും ഉപരിയായി കടുത്ത ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങൾക്ക് നിമിഷപ്രിയ ഇരയായി. തലാലിനും കൂട്ടുകാർക്കും വഴങ്ങിക്കൊടുക്കാൻ നിരന്തരം നിമിഷപ്രിയയെ തലാൽ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് നിമിഷപ്രിയ പറയുന്നു. ഉപദ്രവം കൂടി വന്നതോടെ നിമിഷപ്രിയ തലാലിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ ആ പരാതി കൊണ്ടൊന്നും നിമിഷയുടെ അവസ്ഥ മാറിയില്ല. ഇങ്ങനെ തുടർന്നാൽ നിമിഷപ്രിയയുടെ തന്നെ ജീവൻ നഷ്ടമാകുമെന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തലാലിനെ മയക്കിക്കിടത്തി രേഖകളും എടുത്ത് രക്ഷപ്പെടാൻ നിമിഷപ്രിയ ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ തലാലിന് നൽകിയ മരുന്നിന്റെ ഡോസ് കൂടിപ്പോയി. തലാൽ കൊല്ലപ്പെട്ടെന്ന് മനസ്സിലാക്കിയതോടെ ഒപ്പം ജോലി ചെയ്യുന്ന യമൻ സ്വദേശി ഹനാനുമായി ചേർന്ന് മൃതദേഹം ഒളിപ്പിക്കാൻ നിമിഷപ്രിയ തീരുമാനിച്ചു. ഹനാനുമായി ചേർന്ന് മൃതദേഹം 100-ലധികം കഷ്ണങ്ങളാക്കി താമസിക്കുന്ന കെട്ടിടത്തിന്റെ വാട്ടർ ടാങ്കിലിട്ടു. സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ പിന്നീട് വളരെ അകലെയുള്ള ഒരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു. അതിനിടെ തലാലിനെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷണം തുടങ്ങിയിരുന്നു. നിമിഷപ്രിയ താമസിച്ചിരുന്ന കെട്ടിടത്തിലെ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചു. സംഭവം നടന്ന് 4 ദിവസത്തിന് ശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ തലാലിന്റെ മൃതദേഹം കണ്ടെടുത്തു. പിന്നീട് തലാലിനൊപ്പം താമസിച്ചിരുന്ന നിമിഷപ്രിയയെ പോലീസ് പിടികൂടി. ഒപ്പം സഹായി ഹനാനെയും പിടികൂടി. കോടതി ഹനാന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ കേസിലെ ആസൂത്രക എന്ന നിലയിൽ നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. അറബി അറിയാമായിരുന്നുവെങ്കിലും നിമിഷപ്രിയയ്ക്ക് പ്രാദേശിക ഭാഷ വേണ്ട വിധത്തിൽ അറിയില്ലായിരുന്നു. ഇത് വിചാരണ വേളയിൽ നിമിഷപ്രിയയ്ക്ക് വെല്ലുവിളിയായി. അനുഭവിച്ച ക്രൂരതകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ നിമിഷ ശ്രമിച്ചെങ്കിലും ഭാഷയുടെ പരിമിതി അതിന് തടസ്സമായി. ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയില്ലെങ്കിൽ നിമിഷപ്രിയ നമ്മൾ മലയാളികൾക്ക് ഒരു നോവായി തന്നെ മാറും. കൊലപാതകം ന്യായീകരിക്കാനാവാത്ത കുറ്റമായി നിലനിൽക്കെ തന്നെ നിമിഷയുടെ വരവിനായുള്ള അമ്മയുടെയും ഭർത്താവിന്റെയും പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. മാപ്പ് നൽകാൻ ഇനിയും സമയമുണ്ടെന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. തലാലിന്റെ കുടുംബം ഈ വൈകിയ വേളയിലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം.